ഹലോ! അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയാണ്. എടുത്തു വച്ചിട്ട് കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് പ്രിൻസസ് ലൈൻ വരുന്ന ക്രോപ്പ് ടോപ്പ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 2 എണ്ണമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ലൈനിങ്ങിലാണ് ആദ്യമേ മാർക്ക് ചെയ്ത് എടുക്കുന്നത്. ലൈനിങ്ങിൽ ആദ്യം നമ്മൾ 4ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം ലെങ്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 6 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ആം ഹോൾ എത്രയാണോ മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ അളവിനനുസരിച്ച് ആം ഹോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 6 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തില്ലേ മുകളിൽ നിന്ന് താഴേക്ക്, അവിടെ അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്ത ആ പോയിന്റിലോട്ട് ഇതുപോലെ ഈ കർവ് വെച്ച് ആം ഹോൾ കർവ് വെച്ച് ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കണം. ഞാൻ എപ്പോഴും 2 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് കൊടുക്കാറുള്ളത്. കാരണം വെച്ചാൽ എക്സ്ട്രാ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും 2 ഇഞ്ച് ഇടുന്നത് നന്നായിരിക്കും. 1.5 ഇട്ടാലും മതിയാവും. നിങ്ങൾക്ക് എത്രയാണോ ഇടേണ്ട അത്രയും ഇടാം. ഞാൻ 2 ഇഞ്ച് എപ്പോഴും കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ടുള്ള പോർഷൻസും ഇതുപോലെ ഷേപ്പും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പ്രിൻസസ് ലൈൻ കട്ട് ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടാണ് വെട്ടുന്നത്. അതിനുശേഷമാണ് ബാക്ക് പോർഷൻ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ആം ഹോൾ ഫ്രണ്ട് ആം ഹോൾ ഒന്നും കൂടി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നത്. അതിനുശേഷം ഫ്രണ്ടിൽ നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ, കട്ട് ചെയ്യുന്നില്ല. റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ വീതിയും നീളവും അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഇറക്കണോ അതുപോലെ തന്നെ എത്ര അകലം വേണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നെക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ബാക്കിൽ നെക്കും കൂടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ബാക്കും ഫ്രണ്ടും റൗണ്ട് നെക്കാണ് ചെയ്യാനായിട്ട് കസ്റ്റമർ പറഞ്ഞിരുന്നത്. അപ്പോൾ ബാക്കിലും ഇതുപോലെ തന്നെ ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കർവ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത് കൊടുക്കരുത്. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാവൂ. അതിന് മുമ്പ് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം മെയിൻ ക്ലോത്തിലും കൂടെ അതുപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3/4 സ്ലീവാണ് ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ സ്ലീവാണ്, പഫൊന്നും വരുന്ന സ്ലീവ് അല്ല, നോർമൽ സ്ലീവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മെയിൻ ക്ലോത്തിലും കൂടെ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആം ഹോൾ എത്രയാണോ കൊടുത്തത് അത്രയും തന്നെ സ്ലീവും വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ അളന്ന് നോക്കണം സ്ലീവിൻ്റെ അതായത് നമ്മൾ മോൾ ഭാഗത്ത് എത്രയുണ്ടോ അത്രയും കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. മിനിമം ഒരു 10എങ്കിലും വേണം കേട്ടോ. ഒരു മിനിമം അളവ് ഒരു 10എങ്കിലും കിട്ടണം. ആ അളവിൽ ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ ക്ലോത്തിനും കൂടെ വെച്ച് കട്ട് ചെയ്ത് എടുക്കുന്നത്. സാധാരണ സ്ലീവാണ്. എന്നിട്ട് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആം ഹോൾ കുഴിച്ച് വരച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഫ്രണ്ട് കൈയും കൂടി നമ്മൾ ഒന്ന് കുഴിച്ച് വരച്ചിട്ട് വെട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് കടന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ നെക്കാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ആദ്യം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് ഇതുപോലെ വച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് മാർക്ക് ചെയ്ത ആ നെക്കിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് പതിച്ചും കൂടി അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ എല്ലാ സൈഡും ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പ്രിൻസസ് ലൈൻ മാർക്ക് ചെയ്ത് ഞാൻ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. പ്രിൻസസ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പ്രിൻസസ് ലൈൻ ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണോ പ്രിൻസസിൻ്റെ അകലം വേണ്ടത് ആ അകലത്തിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഞാൻ സെൻറ്ററിൽ നിന്ന് സൈഡിലോട്ട് ഒരു 4 ഇഞ്ച്, ഒരു 3.5-4 ഇഞ്ചിന് അകത്ത് വരുന്ന രീതിയിൽ, ഒരു 4 ഇഞ്ചിനകത്ത് വരുന്ന രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഒരു വളഞ്ഞല്ലേ വരുന്നത് നമ്മുടെ പ്രിൻസസ് കട്ട്, അതുപോലെ ഒരു വളച്ചതുപോലെ വരച്ച് കൊടുത്തതിന് ശേഷം വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ച് കൊടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വരച്ച ആ ലൈനിൽ കൂടി നമ്മളൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ഒരു സ്റ്റിച്ച് നമ്മൾ ആ ലൈനിൽ കൂടി കൊടുത്തതിന് ശേഷം വേണം നമുക്കിതുപോലെ പിടിച്ചിട്ട് 2 സൈഡിലും കൂടെ ഇതുപോലെ പിടിച്ചിട്ട് ഒരു അതായത് ഒരു 1/2 ഇഞ്ച് വേണ്ട, ഒരു 1/4 ഇഞ്ചോളം വരുന്ന രീതിയിൽ നമുക്കിതുപോലെ
ഒന്ന് അടിച്ചെടുക്കാം. അതായത് ഞാൻ പറയുന്ന വ്യക്തമാവുന്നില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ നേരെ ശ്രദ്ധിക്കുക കേട്ടോ. നല്ലപോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്ര ഉള്ളൊരു അതായത് ഒരു 1/4 ഇഞ്ച് വീതിക്കാണ് ഞാൻ അത് അടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ 2 സൈഡും നമുക്കിതുപോലെ തന്നെ അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ കട്ട് ചെയ്യാത്ത എന്തെന്ന് വെച്ചാൽ ഇത് പിന്നി പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മറ്റത് നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നി പോകാനുള്ള ചാൻസ് കൂടുതലായത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൻ്റെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട് പോർഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബേക്കിലും റൗണ്ട് നെക്ക് ആയതുകൊണ്ട് ആദ്യം നെക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് പതിച്ചടിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ എപ്പോഴും ഇതുപോലെ കവർ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബേക്ക് പതിച്ചടിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഫ്രണ്ടും ബേക്കും കൂടി നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ബേക്കിലെ ലൈനിങ് ഇതുപോലെ ഫ്രണ്ടിൽ കവർ ചെയ്യുന്ന രീതിക്ക് വച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൂടാത്തവരോ കാണാത്തവരോ ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് കവർ ചെയ്ത്, അതായത് ഫ്രണ്ട് പോർഷനിൽ ഷോൾഡർ ഇതുപോലെ ബേക്ക് കൊണ്ട് കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടും. അകത്തെ വശം പുറത്തെ വശം നല്ല നീറ്റായിട്ട് കിട്ടും. അതിനുശേഷമാണ് ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബേക്ക് ഫുള്ളായിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഴുത്തും കൂടി പതിച്ചും കൂടി അടിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇത് സെൻറ്ററിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ബേക്ക് ഓപ്പൺ ഉള്ള ടോപ്പാണ്, ബേക്കിൽ ഹുക്കാണ് വരുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ എപ്പോഴും ബേക്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുള്ളൂ. എനിക്ക് അതാണ് കൂടുതലും എളുപ്പമായിട്ട് തോന്നുന്നത്. ഞാൻ ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ആ ഓപ്പൺ ചെയ്ത സൈഡും ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ തമ്മിൽ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ബേക്കിലൊരു നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കൂലേ, ബേക്കിൽ ഒരു ചെറിയ ടക്ക് കാണുമല്ലോ, ആ ടക്കും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ ഹുക്കും ഒരു സൈഡിൽ ഹുക്ക് പിടിച്ചിടാനുള്ള ഐയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈഡിലാണോ വയ്ക്കേണ്ടത് ആ സൈഡിൽ വയ്ക്കാൻ ഞാൻ ഈ ഒരു സൈഡിലാണ്, അതായത് നമ്മുടെ വലത് കൈ കൊണ്ട് പിടിച്ചിടുന്ന ടൈപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. വലത് കൈ കൊണ്ട് നമ്മൾ ഹുക്ക് പിടിച്ചിടുന്ന ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇതുപോലെ വീതിയുള്ള വയ്ക്കണം. ഞാൻ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ വയ്ക്കുന്നതെന്ന് വെച്ചാൽ മെയിൻ മെറ്റീരിയൽ വച്ച് കഴിഞ്ഞാൽ പിന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഹുക്ക് പിടിച്ചിടുമ്പോഴത്തേക്ക് പിന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ മെറ്റീരിയലാണിത്. അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള മെറ്റീരിയൽ ലൈനിങ്ങിൽ ഇതുപോലെ ഹുക്ക് വയ്ക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ ഒരു വി പോലെയാണ് ഞാൻ ഹുക്ക് പിടിച്ചിടാനായിട്ടുള്ള ഐ വച്ച് കൊടുക്കുന്നത്. ഇതുപോലെ സ്ക്രീനിൽ നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം നമുക്ക് കുറച്ച് വീതിയുള്ള മെറ്റീരിയൽ വേണം. ഒരുപാട് വീതിയൊന്നും വേണ്ട, കുറച്ച് വീതിയുള്ള മെറ്റീരിയൽ. ലൈനിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീതിക്കുള്ള മെറ്റീരിയൽ എടുത്തത്, കുറച്ച് കട്ടിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ഹുക്കാണോ വെച്ച് കൊടുക്കേണ്ട അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ബേക്ക് ഓപ്പൺ ആയതുകൊണ്ട് അതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം താഴ്ഭാഗം എത്തുമ്പോൾ നമുക്ക് അവിടെ മടക്കി അടിക്കാനുണ്ട്. മടക്കി അടിക്കാനല്ല, നമ്മൾ വേറൊരു പീസ് വെച്ച് അകത്തോട്ട് കവർ ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ലെങ്തൊക്കെ മാർക്ക് ചെയ്ത് അതായത് ലെങ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അവിടം വരെ മാത്രമേ, അതിൻ്റെ തൊട്ട് മുകളിൽ വരെ മാത്രമേ നമ്മൾ ഇതുപോലെ ഐ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് അത്രയും വീതിയുള്ള ഒരു മെറ്റീരിയൽ വേണ്ട, കുറച്ചും കൂടി വീതി കുറഞ്ഞ മെറ്റീരിയൽ എടുത്തിട്ട് ഇത് അകത്ത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ നല്ല വശത്ത് വച്ചിട്ട് അകത്തോട്ടാണ് മറിച്ചെടുക്കുന്നത്. അപ്പുറത്ത് നമ്മൾ ഐ വെച്ച ഭാഗത്ത് റോങ് സൈഡിൽ വെച്ചിട്ട് നല്ല വശത്തോട്ടാണ് നമ്മൾ മറിച്ചെടുക്കുന്നത്. അപ്പം സ്ക്രീനിൽ നല്ലപോലെ ശ്രദ്ധിക്കുക. ഇതുപോലെയാണ് ഹുക്ക് പിടിപ്പിക്കേണ്ടത്. ഹുക്ക് പിടിപ്പിക്കാനുള്ള പട്ട വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കറക്റ്റ് ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അവിടെ ഇതുപോലൊരു പീസ് വച്ച് നമ്മൾ ബ്ലൗസിലൊക്കെ വച്ചടിക്കത്തില്ലേ, ബ്ലൗസിൻ്റെ ബേക്ക് സൈഡിലൊക്കെ വച്ചടിക്കത്തില്ലേ, അതുപോലെ ഫ്രണ്ടും ബേക്കും ഇതുപോലെ ഒരു പീസ് വച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം.
അത് കഴിഞ്ഞിട്ടാണ് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവ് ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഷോൾഡർ എൻ്റെ സെൻറ്ററിൽ വെച്ച് സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഭാഗത്തു നിന്നാണ് ഞാൻ സ്ലീവ് അടിച്ച് കൊടുക്കുന്നത്. എങ്കിലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ സെൻറ്റർ തമ്മിൽ ജോയിൻ ചെയ്ത്, അതായത് നല്ല വശങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സ്ലീവും കൂടി വെച്ചെടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും കറക്റ്റായിട്ട് നോക്കി ഷോൾഡറൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഷോൾഡറൊക്കെ ഒന്ന് അളന്ന് നോക്കാം കറക്റ്റ് ആണോ അല്ലേ എന്ന്. കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് വെട്ടിക്കളയാം. കൂടുതലായിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ നിന്ന് നമ്മൾ ബ്ലൗസ് അടിക്കും പോലെയാണ് ഇതിന് ഷേപ്പ് അടിച്ചു കൊടുക്കുന്നത്. താഴെ നിന്നും മുകളിലേക്ക്, അതാണ് നമ്മൾ ഷേപ്പ് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്റ്റിച്ച് വേണമെങ്കിലും കൊടുക്കാം. ഞാനൊരു 3 സ്റ്റിച്ചെങ്കിലും എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പുറത്തോട്ട് 2 സ്റ്റിച്ചും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട്. അതിനുശേഷം ബാക്കി എക്സ്ട്രാ വന്ന തയ്യൽ തുമ്പൊക്കെ കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ഇതിൽ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.